ആർക്കും ടിക്കറ്റ് കിട്ടുന്നില്ല. 2 ഷിപ്പേ ഉള്ളൂ. ഉള്ള കപ്പലാണെങ്കിൽ അതൊക്കെ നശിച്ചു. പകരം കപ്പലില്ല, ടിക്കറ്റ് കൗണ്ടർ എല്ലാം പൂട്ടി. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? മാക്സിമം കുറച്ച് പേരെങ്കിലും ഇവിടുന്ന് കയറ്റി വിടുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവും. നാട്ടിലോട്ട് ഇപ്പൊ എല്ലാവരുടെ ഒരു മാനസിക സ്ഥിതി വെച്ച് അവരെ നാട്ടിലോട്ട് പോകുന്ന ആ സ്വപ്നം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരാളുടെ പൗരന്റെ സ്വാതന്ത്ര്യമാണ് യാത്ര എന്ന് പറയുന്നത്. മൗലികാവകാശമാണ്. യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കൽ ഗവൺമെന്റിന്റെ കടമയാണ്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ ഒന്ന് മനസ്സിലാച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോയേനെ. ഇവിടെ ഉള്ളവർ അത് ചെയ്യുന്നില്ല. ഇവരെല്ലാ സ്ഥലത്തും പറഞ്ഞു വലിപ്പിക്കുക ലക്ഷദ്വീപില് ബംഗാരം, തിണ്ണകര എന്നൊക്കെ പറഞ്ഞിട്ട് അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സ് ഉണ്ട്. ഈ ഐലൻഡ്സിലൊക്കെ ടെററിസ്റ്റുകൾ വന്ന് ഒളിച്ചിരിക്കും. ഇത്രയും ഗ്യാപ്പിട്ട് ആളുകൾ കൈകോർത്ത് നടന്നാൽ തീരുന്ന അത്രയും പരന്ന നിലത്ത് ടെററിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നത് കൊണ്ടല്ല, അവിടെ കൊണ്ടുവന്ന് ചാർത്തേണ്ട കുറെ ആളുകളുണ്ട്. ഈ കോർപ്പറേറ്റ് ഭീമന്മാരെ കൊണ്ടുവന്ന് അവിടെ ഇറക്കണമെങ്കിൽ ലക്ഷദ്വീപുകാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. ലക്ഷദ്വീപുകാരെ ഒഴിപ്പിക്കണമെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾ മൊത്തം പറയണം, ആ ലക്ഷദ്വീപ് ഇത്രയൊക്കെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതാണെങ്കിൽ അവിടെ എന്ത് വന്നാലും കൃത്യമായ പ്രൊട്ടക്ഷൻ നൽകണം. ആർക്കാണ് പ്രൊട്ടക്ഷൻ നൽകിയത്? ഇന്ന് ലക്ഷദ്വീപുകാരായ ജനങ്ങൾക്ക് ലക്ഷദ്വീപിലെ ഐലൻഡായ ബംഗാരം, തിണ്ണകര പോലത്തെ അൺഇൻഹാബിറ്റഡ് ഐലൻഡിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് വേണം. ഇങ്ങനെ ദ്രോഹമാണ് ചെയ്യുന്നതെങ്കിൽ എത്ര കാലം ലക്ഷദ്വീപിലെ ജനങ്ങൾ പിടിച്ചു നിൽക്കും? സ്വന്തം മകൻ മരിക്കാൻ കിടക്കുമ്പോൾ ഒന്ന് കരയിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പോകാൻ പറ്റാതെ വിഷമിക്കുന്ന ഉമ്മയും ബാപ്പയും ആ നാട്ടിൽ നിൽക്കാൻ കൊതിക്കും. ഈ നിൽക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളം വന്ന് നിന്ന് ഒരു 5 കപ്പലെങ്കിലും അവർ ടിക്കറ്റ് കിട്ടാണ്ട് വന്ന ആൾക്കാരായിരിക്കും. അതിനുശേഷം ആയിരിക്കും ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടിയത്. ഈ ആൾക്കാരിൽ ഒരു 4-5 പേരായിരിക്കും ഇനിയിപ്പോൾ കയറുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപ്. ഇവിടെ ടിക്കറ്റ് എന്ന് വെച്ചാൽ കപ്പലില്ല, അതാണ് മെയിൻ പ്രശ്നം. ഈ കപ്പലിന്റെ ടിക്കറ്റ് ഇപ്പൊ എന്റെ ദ്വീപ് കടമ, ഈ കടമത്തെ ദ്വീപിലേക്ക് ഇന്ന് ടിക്കറ്റിന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ പറ്റുന്നത് 15-ാം തീയതിക്കാണ്. 10 ദിവസം. അപ്പൊ യാത്ര എന്ന് പറഞ്ഞ മൗലികാവകാശം ലക്ഷദ്വീപുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഈ പറഞ്ഞ ആദ്യത്തത് ആരോഗ്യ മേഖലയിലേക്കാണ്. ആരോഗ്യ മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യമുള്ള അവശ്യ മരുന്നുകൾ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. അവശ്യ മരുന്നുകൾക്ക് പണം വേണം, അതില്ലാതെയായി. കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ മഹാരാജ്യം ആരോഗ്യ രംഗത്ത് കുതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ലക്ഷദ്വീപിലെ എത്നിക്കായിട്ടുള്ള പീപ്പിൾസിനെ തളർത്തുകയാണ് ചെയ്തത്. സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാണ്ടാക്കി. പക്ഷെ പുറത്ത് കാണുമ്പോഴോ ലക്ഷദ്വീപുകാർക്ക് 2 ഹെലികോപ്റ്റർ സെപ്പറേറ്റ് തന്നെ രോഗി പർപ്പസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷനോട് ചോദിക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ പറയാ 2 ഹെലികോപ്റ്റർ രോഗി പർപ്പസിനും 1 ഹെലികോപ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനാണെന്ന് പറയും. പക്ഷേ ഈ 3 ഹെലികോപ്റ്ററും എപ്പോൾ വിളിച്ച് ചോദിച്ചാലും 4 ഡോക്ടർമാരുടെ ഒപ്പീനിയൻ കവറത്തിക്കൊക്കെ അയച്ചെടുത്തിട്ട് വേണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിബന്ധന കൊണ്ടൊന്നും. ഭാഷാ നിരോധനം, അറബി ഭാഷ മനഃപൂർവ്വമായിട്ട് എടുത്തു മാറ്റാനുള്ള തന്ത്രം കൂടി നടത്തുന്നു. എന്തിന്റെ പേരിലാണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അറബി പഠിപ്പിക്കുന്നു? എത്ര സംസ്ഥാനങ്ങളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നു? എത്ര സംസ്ഥാനങ്ങളിൽ വേറെ ഭാഷകൾ അവിടുത്തെ കൾച്ചറുമായിട്ടും അവിടുത്തെ മതപരമായിട്ടുള്ള ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ എത്രയോ ആളുകൾക്ക് ഓപ്ഷണൽ ലാംഗ്വേജസ് എടുക്കാനുള്ള അനുമതിയുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ലക്ഷദ്വീപുകാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. തദ്ദേശീയരായിട്ടുള്ള ആളുകളെ തടയാനായിട്ട് ഓരോ ഓർഡറോ സർക്കുലറോ കാര്യങ്ങളോ നിങ്ങൾ ആ ഭൂമിയിലേക്ക് പോരുത്, കർശന നിരോധനങ്ങളുണ്ട്, മറ്റേ എന്തെങ്കിലും റീസൺസ് പറയും, സെക്യൂരിറ്റി റീസൺസ് പറയും, നാഷണൽ സെക്യൂരിറ്റി റീസൺസ് പറയും. നിങ്ങൾ ആ ലാൻഡിലേക്ക്, നമ്മുടെ സ്വന്തം ലാൻഡിനകത്തേക്ക് നാഷണൽ സെക്യൂരിറ്റി റീസൺസ് വെച്ചിട്ട് പുറത്തുള്ള ആളുകൾക്ക് കടന്നു പോകാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നു. അതൊരു നീതീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്.
ജനാധിപത്യ ഇന്ത്യയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജനപ്രതിനിധികളുമായിട്ടൊന്ന് കൂടിയാലോചിക്കുക എന്ന മര്യാദകളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് അതുപോലും ഇല്ലാതെ ജനാധിപത്യ സംവിധാനങ്ങളെ പൊളിച്ചടക്കി. പഞ്ചായത്ത് ഇല്ലാണ്ടിരിക്കുക, ജനങ്ങളോടൊന്നും ചോദിക്കാണ്ടിരിക്കുക, എന്ത് തോന്നിയ വാസവും ലക്ഷദ്വീപിൽ നടപ്പിലാക്കുക. ജനങ്ങളായിട്ടുള്ള ഇന്ററാക്ഷനൊക്കെ ആകെ ഉള്ള ഒരേ ഒരു മോഡ് ഓഫ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. മെമ്പർ ഓഫ് പാർലമെന്റിന് പാർലമെന്റിൽ മാത്രം സംസാരിച്ചിട്ടിരിക്കാനേ പറ്റുള്ളൂ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലേക്ക് യാതൊരു ആക്സസും കൊടുക്കുന്നില്ല, ഒരു ആക്സസും ഇല്ല. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുഖവിലൊക്കെ എടുത്താലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ഇല്ല. അപ്പൊ ജനങ്ങളുമായിട്ട് സമ്പർക്കം വരാനുള്ള ഒരു ആക്സസും സർക്കാർ ചെയ്യാതെ സർക്കാരിന്റെ തന്നിഷ്ടപ്രകാരമുള്ള ഏകാധിപത്യ രീതിയിലുള്ളൊരു ഡിസിഷനാണ് പോകുന്നത്.